നമുക്ക് രണ്ട് വഴിയുണ്ട്. നന്ദിയുടെയും നന്ദികേടിന്റെയും. മലക്കുകൾക്ക് നന്ദിയുടെ വഴിയേ ഉള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, മലക്കിന് സ്വാതന്ത്ര്യം ഇല്ല. മലക്കിന് സ്വാതന്ത്ര്യമില്ല, മലക്കിന് സ്വാതന്ത്ര്യമില്ല. അപ്പൊ ഇവിടെ സ്വിച്ച് ഇട്ടു, കറണ്ട് പാസ് ചെയ്താൽ ഈ പാവെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇനി അവാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്ര നേരം പരിപാടി തീരുന്നത് വരെ ഇങ്ങനെ കാറ്റടിച്ചു തന്ന ഈ മൈക്കിനും നന്ദി പറയുന്നു. അങ്ങനെ കാലം വരെ മൈക്ക് സെറ്റിനോ ഫാനിനോ ഇക്കാലം വരെ ഒരു നന്ദി പറയുന്ന ആളും നന്ദി പറഞ്ഞിട്ടില്ല. നന്ദി പറയുന്ന നന്ദി ആരും കേൾക്കാറില്ലെങ്കിലും നന്ദി എന്നുള്ള പരിപാടി ഇല്ലാത്തൊരു പരിപാടി ഇക്കാലം വരെ നടന്നിട്ടില്ല. ഈ നന്ദിയിൽ ഫാനിന് നന്ദി പറയൂല. എന്തുകൊണ്ട്? ഫാൻ എന്ന് പറഞ്ഞാൽ അത് മുക്റഹാണ്. അതിന്റെ ഒരു കോലുണ്ട്, ഒരു വളയുണ്ട്, അതിനങ്ങനെ വള ചെയ്തതാണ്. അതിന് സ്വിച്ച് ഇട്ട് അതിലേക്ക് കറണ്ട് പാസ് ചെയ്താൽ അത് കറങ്ങിക്കോളണം. അതിന് കുഴപ്പമില്ലാത്ത കോലത്തിൽ എന്നെ വള ആക്കി കഴിഞ്ഞാൽ കറങ്ങണം. അതിന്റെ കണക്കാണ് അങ്ങനെ. ഇനി തിരിച്ച് അതിന് നടക്കൂല. ഇങ്ങനെ കറങ്ങാന്നുള്ളത് ഇങ്ങനെയൊക്കെ അതിനെ കഴിയൂല. അതിന്റെ രീതി അങ്ങനെയാണ്. അല്ലാഹു കൽപ്പിച്ചതിന് എതിര് ചെയ്യാൻ മലക്കിന് കഴിയുകയില്ല. നമ്മൾ അങ്ങനെയല്ല. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നമുക്ക് രണ്ട് വഴിയുണ്ട്. ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, പള്ളിയിൽ പോകാം, കള്ളുഷാപ്പ് പോകാം. മലക്കിന് നേരെന്നോണെങ്കിലും കൂടെ പറയാൻ പറ്റില്ല. മലക്കിന് നേരെ പറയാൻ കഴിയുള്ളൂ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അത്രേ കഴിയുള്ളൂ. അതുകൊണ്ട് സത്യത്തിൽ മുജാഹദത്തു ശൈത്വാനാണ് ദീന്. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ വഇൻഹുമാ മഹലാ കൻസുഹഫത്തഹിമി വലാ തുതിഅ മിൻഹുമാ ഖസ്മൻ വലാ ഹകമാ വഅൻത തഅരിഫു കൈദൽ ഖസ്മി വൽ ഹകമി. ഒരിക്കലും പിശാചിന് നീ ഭയപ്പെട്ടു പോകേണ്ടതില്ല. പിശാചിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ടു പോയ നിന്റെ ഹവക്കും വഴിപ്പെട്ടു പോകേണ്ടതില്ല. എന്തുകൊണ്ട്? അവരിൽ നിന്ന് ഒരിക്കലും നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല. അവൻ നിന്റെ ശത്രു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ കാര്യത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. എന്ത്? പിശാചിന്റെ സ്വാധീനം എപ്പോഴും ഇന്റലിജന്റ് ആയിരിക്കണം. ഭയങ്കര അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കോലെ പോലെ ആയിരിക്കണം എപ്പോഴും. പറഞ്ഞത് നിരോധിത മേഖലയുടെ പരിസരത്ത് ആടിനെത്തിയിട്ടുള്ള ഇടയനെ പോലെയാകണം ഒരു മനുഷ്യൻ എന്നാണ്. മനസ്സിലായില്ല? നല്ല നെല്ലടക്കമുള്ള കൃഷിയുള്ള സ്ഥലത്ത് ഒരാൾ ആടിനെ തീറ്റാണെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? അത്ര ഇന്റലിജന്റ് ആണ്. എപ്പോഴും ശൈത്താൻ സ്വാധീനിക്കും. പോയാ പിന്നെയും വരും. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അത് ചിന്തിക്ക്. നിങ്ങൾ നശിപ്പിക്കലാണ് അവന്റെ ഉദ്ദേശം. ഹബീബ് റസൂൽ പറഞ്ഞു, ഇതാ നാമ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഉറങ്ങാൻ വന്ന് കടന്നു കഴിഞ്ഞാൽ ശൈത്താൻ കയറി വരും. ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉറങ്ങാൻ വേണ്ടി കട്ടിലിൽ കിടന്നാൽ ശൈത്താന് ഏത് ഉറങ്ങാൻ കിടക്കുന്ന ആളുടെ അടുത്തും വരും. പുണ്യ റസൂൽ പറയാ, നിങ്ങൾ കാണാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ആള് വരും. കണ്ണാടി വെച്ചതുകൊണ്ടൊന്നും ആളില്ലാതെ ആവില്ല. ആളെ കണ്ടുപിടിക്കാൻ അങ്ങോട്ട് കഴിയില്ല. നിങ്ങൾ റൂമാകെ ക്യാമറ വെച്ചിട്ട് കാര്യമില്ല, അയാളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു, അവനും അവന്റെ ആളുകൾ നിങ്ങളെ കാണും. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ അവരെ കാണൂല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ അവൻ ഇങ്ങനെ വരും. എന്നിട്ട് അവൻ എന്റെ കാഫിയത്തെ ആയിരിക്കും, നിങ്ങളെ മൂർത്താവിന്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? നിങ്ങളെ മൂർത്താവിൽ 3 കെട്ട് കെട്ടും. എന്നിട്ട് മൂർത്താവും അങ്ങനെ അടിക്കും. റസൂൽ പറയാ, ബുഖാരിയിലുണ്ട് ഹദീസ്, മുസ്ലിമിലുണ്ട് ഹദീസ്. നിങ്ങളെ മൂർത്താവിൽ ഇങ്ങനെ അടിക്കും. 3 അടി ഇങ്ങനെ അടിക്കും. എന്നിട്ട് പറയും, അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ. നിന്റെ രാത്രി ദീർഘമാവട്ടെ, നിന്റെ രാത്രി ദീർഘമാവട്ടെ, നിന്റെ രാത്രി ദീർഘമാവട്ടെ. നിങ്ങൾ ഏതൊരാൾ
ഉറങ്ങാൻ കിടക്കുമ്പോഴും ശൈത്താൻ വന്നിട്ട് ഈ നേരം സൂര്യൻ ഉദിക്കണ വരെ ഉറങ്ങിക്കോ എന്ന് പറയാത്തൊരു ദിവസം ഉണ്ടാവൂലാണ് പുണ്യ റസൂൽ. നമ്മളമ്മക്ക് നമ്മളോട് ഇല്ലാത്ത സ്നേഹം ശൈത്താന്. എന്റെ കുട്ടി ഒന്ന് ഉറങ്ങിക്കാള്. ഉമ്മാക്കില്ലാത്ത സ്നേഹം ആർക്ക്? ശൈത്താൻ. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. നിങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ പിശാച് വന്നിട്ട് നിങ്ങളെ മൂർത്താവിന്റെ അടുത്തിരിക്കും. എന്നിട്ട് നിങ്ങളെ മൂർത്താവിൽ 3 അടി അടിക്കും. എന്നിട്ട് അവൻ ഇങ്ങനെ ജപിച്ചുകൊണ്ട് പറയും, അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, അലൈക ലൈലുൻ തവീൽ, നിനക്ക് ദീർഘമായ രാത്രി ഉണ്ടാവട്ടെ, ഫർഖുദ്, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. എന്റെ പിശാച് പറയും എന്റെ പുണ്യ റസൂൽ. എന്തിനാണ് അവൻ ഇങ്ങനെ നമ്മളെ ഉറക്കുന്നത്? അവന്റെ പിന്നിൽ ഒരുപാട് താല്പര്യമുണ്ട്. ഒന്ന്, നമുക്ക് തഹജ്ജുദ് നിസ്കാരം കിട്ടാൻ പാടില്ല. നല്ലത് വിചാരിച്ചറിഞ്ഞ ചിലപ്പോൾ എണീക്കില്ല. നമ്മുടെ കോഴിക്കോട് ഉള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പൊട്ടി അങ്ങോട്ട് കാര്യം. എന്തുകൊണ്ട്? റജബ് 1 രാത്രിയിലെ നിസ്കാരത്തിനും ദുആഉം, നിസ്കാരം പ്രത്യേക നിസ്കാരമല്ല, പക്ഷേ ദുആഇനൊക്കെ ഭയങ്കര ഫضലാണ്. 5 രാത്രിയിലെ ദുആ അള്ളാഹു തട്ടുകയില്ല എന്ന് പുണ്യ റസൂൽ. 1 ചെറിയ പെരുന്നാൾ രാവ്, 2 വലിയനാൾ രാവ്, 3 എല്ലാ വെള്ളിയാഴ്ചയും രാവ്, 4 റജബ് ആദ്യത്തെ രാവ്. ഒന്നുകൂടി ഇനി വരാനുണ്ട് റമദാന് മുമ്പ്, റമദാൻ ശഅബാൻ 15 രാവ്. ലാ തുറദ്ദു ദുആഉ ലാ യുറദ്ദു ദുആഉ 5 ലയാലിൻ, 5 രാത്രിയിലെ ദുആ ഒരിക്കലും തട്ടുകയില്ല എന്ന് പുണ്യ റസൂൽ. ശ്രദ്ധിക്കണല്ലേ പറഞ്ഞത്? 5 രാത്രിയിൽ 4 രാത്രിയാണ്. 1 ജിൻസാണ്. അതായത് ചെറിയ പെരുന്നാൾ രാത്രി 1, വലിയനാൾ രാത്രി 1, റജബ് ആദ്യത്തെ രാത്രി 1, ശഅബാൻ 15 രാവും 1. വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് ഒന്നല്ല, ഒരു ജിൻസാണ്, ഒരു വകുപ്പാണ്. എല്ലാ വെള്ളിയാഴ്ച രാവും, അതായത് മൊത്തത്തിൽ ഏകദേശം 49-50 വെള്ളിയാഴ്ച രാവ് കൊല്ലത്തിൽ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ രാത്രിയിലെ ദുആ ഒരിക്കലും അല്ലാഹു തആല തട്ടൂല, സ്വീകരിക്കും, ഉറപ്പാ സ്വീകരിക്കും. അതില്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റജബ് ആദ്യത്തെ രാവ്. ആ രാവിന്റെ പ്രത്യേകത എന്താ? റഹ്മത്തുൽ ആലമീനായ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാനിയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത് ആ രാത്രിയാകുന്നു. റജബിന്റെ ആദ്യത്തെ രാത്രി പോലെ ഒരു രാത്രിയില്ല. ആ രാത്രി വളരെ പ്രധാനമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്തുൽ ലിൽ ആലമീനാണ് പുണ്യ റസൂൽ. ആ റസൂലുള്ളയാകുന്ന ആ നൂറാനിയത്തിന്റെ ബീജം ഉമ്മുന ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിൽ ആ രാത്രിയാ പ്രവേശിച്ചിട്ടുള്ളത്. വല്ലാത്ത രാത്രിയാ. അതുകൊണ്ടാണ് ആ രാത്രി മുതൽ ഇപ്പോഴും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ ഇവർ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ വേഗം എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഉറങ്ങിയതാ. സുബ്ഹിന്റെ ബാങ്ക് കൊടുത്ത് അറിഞ്ഞത് പൊട്ടി മുടൽ. സത്യത്തിൽ ജയിച്ചതാരാ? പറ, ജയിച്ചതാരാ? ശൈത്താൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാക്കട്ടെ. ചിന്തിക്ക്. തഹജ്ജുദിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ തഹജ്ജുദിന്റെ സമയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ രാജാക്കന്മാരുടെ വാതിലും അടച്ച നേരമാണ്. അല്ലാഹുവിന്റെ രാജാതിരാജന്റെ വാതിൽ മാത്രമാണ് അപ്പോൾ തുറന്നിട്ടുള്ളത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? പകലാകുമ്പോൾ എല്ലാ രാജാവിന്റെ വാതിലും തുറന്നിട്ടുണ്ട്. പാതിരാത്രി കഴിഞ്ഞാൽ അങ്ങനെയല്ല.
ദുആ ചെയ്യുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാന്റെ വാതിൽ മാത്രം തുറന്ന നേരമാണ്. എല്ലാ മുഖ്യമന്ത്രിമാരുടെയും എല്ലാ പ്രധാനമന്ത്രിമാരുടെയും എല്ലാ പ്രഭുക്കളുടെയും രാജാക്കന്മാരുടെയും വാതിലടക്കുകയും എല്ലാ വാതിൽക്കലും കാവൽക്കാർ നിൽക്കുന്ന നേരമാണ്. ഒരാളെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കൂല. ആ നേരത്ത് രാജാതിരാജന്റെ വാതിൽ മാത്രം. ആ നേരത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ. മനസ്സ് തുറന്ന് പറയാം, അള്ളാഹു സ്വീകരിക്കട്ടെ. അതങ്ങോട്ട് കിട്ടിയ കിട്ടി, അതങ്ങോട്ട് കിട്ടിയ കിട്ടി. പ്രത്യേകിച്ച് ഉഷസ്സുദിക്കുന്നതിന് മുമ്പുള്ള 2 മണിക്കൂർ നേരം ഉണ്ടല്ലോ, ആ 2 മണിക്കൂർ ഉപയോഗപ്പെടുത്തിയ സ്വർഗ്ഗം ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 4 കാര്യം ഉപയോഗപ്പെടുത്തിയാൽ ഫർളായ അമലിന് പുറമെ 4 കാര്യം ഉപയോഗപ്പെടുത്തിയ സ്വർഗം ഉറപ്പാ. 1 അഫ്ഷുസ്സലാമ, സലാം പറയാ എല്ലാരോടും. സ്വന്തം ഭക്ഷണത്തിൽ നിന്ന് മറ്റുള്ളവരെയും ഊട്ടുക. വസ്ലുൽ അർഹാമ, കുടുംബ ബന്ധം ചേർക്കുക. 4 വസ്വല്ലുൽ ലയാലി, പാതിരാത്രി കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. തദ്ഖുലു ജന്നത റബ്ബിക്കും, സ്വർഗ്ഗം ഉറപ്പാണ്. പറഞ്ഞിട്ട് 4 കാര്യം. 1 എല്ലാവരോടും സലാം പറയാം. 2 അവനവന്റെ അധ്വാനത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് എല്ലാ ദിവസവും ഒരു വരുമാനം കൊണ്ട് നമ്മൾ അവർക്കൊരു ഭക്ഷണത്തിന് എന്തെങ്കിലും, കഴിഞ്ഞവർക്കൊരു ഭക്ഷണത്തിന് എന്തെങ്കിലും ഒരു വകുപ്പ് നമ്മൾ കണ്ടെത്തി കൊടുക്കുക. നമ്മളാൽ കഴിയുന്ന നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഒരു ദിവസത്തെ ഒരു ഭക്ഷണത്തിൽ നമ്മൾ എന്തെങ്കിലും അവരെ കയ്യാൽ ഒന്ന് നമ്മൾ കൊടുക്കണം. എന്തെങ്കിലും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 2 വസ്ലുൽ അർഹാമ. 3ാമത്തെ കാര്യം കുടുംബ ബന്ധത്തെ ചേർക്കുക. കുടുംബത്തിന് തെറ്റിക്കാതിരിക്കുക. തെറ്റിയാലും ചേർക്കുക. ഞങ്ങൾ ഇനി നിങ്ങളെ പൊരയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അവരോട് പറയാം, നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വരും എന്ന് പറയാം. സിൽമൻ ഖതഅക, ഇങ്ങോട്ട് മുറിച്ചാലും അങ്ങോട്ട് ചേർക്കുക. 3ാമത്തെ കാര്യം. 4ാമത്തേതോ വസ്വല്ലുൽ ലയാലി, പാതിരാത്രി കഴിഞ്ഞാൽ നിസ്കരിക്കുക. എല്ലാരും ഉറക്കിലായ നേരത്ത് ഈ 4 കാര്യം ഒരാൾക്കുണ്ടെങ്കിൽ സ്വർഗ്ഗം ഉറപ്പാ. ഉഷസ്സുദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര.